ഇപ്പോഴത്തെ പാരന്റിംഗ് ആണോ അതോ 90s പാരന്റിംഗ് ആണോ? തല്ലി വളർത്തണോ അതോ സോഫ്റ്റ് ആയി വളർത്തണോ? സത്യം പറഞ്ഞാൽ അന്നും ഇന്നും എന്നും പാരന്റ്സ് ആർ ഓൾവേസ് പാരന്റ്സ്. അന്നെന്ന് പറയുമ്പോൾ അവർക്ക് തല്ലുമ്പം അത്രയ്ക്ക് വലിയ പ്രോബ്ലംസ് ഇല്ല. ഇന്ന് ഇപ്പൊ വീഡിയോസ് വ്ളോഗ്സും ഒക്കെ കാണുമ്പോൾ ദൈവമേ തല്ലണോ വേണ്ടേ, സോഫ്റ്റ് ആവണോ വേണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ദ ഫണിയസ്റ്റ് തിങ് ഇസ് 24 മണിക്കൂറും ഒരമ്മ കുഞ്ഞിന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കുഞ്ഞിന്റെ അടുത്ത് അച്ഛൻ സ്പെൻഡ് ചെയ്താൽ മതി. കുഞ്ഞിന് അഫെക്ഷൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഹീറോയിക് ആയിട്ടാ. അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പൊ 60% ആൺകുട്ടികളാണ് ഇങ്ങനത്തെ അറ്റാക്കിലൊക്കെ പെടുന്നത്. ആൺകുട്ടിയല്ലേ, സേഫ് അല്ലേ? സേഫ് അല്ല. ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന ടീനേജ് ആൺകുട്ടികൾക്ക് വരുന്ന അറ്റാക്ക് പെൺകുട്ടികളെ കാട്ടി കൂടുതൽ ഇമോഷന് ഇവർ സപ്രസ് ചെയ്യും. പിന്നീട് അത് അവരുടെ മാരീഡ് ലൈഫിനെ, സെക്ഷൽ ലൈഫിനെ ഒക്കെ ഇത് ബാധിക്കും. കഴിഞ്ഞ ആഴ്ച നമുക്ക് വന്ന ഒരു കേസാണ്. 13 വയസ്സുള്ള മോന് 45 വയസ്സുള്ള ഒരു ലേഡിയിൽ നിന്നാണ്. അയ്യോ, സഹിക്കാൻ പറ്റില്ല. അതായത് എൻ്റെ കുഞ്ഞിന്റെ ഏജാണ്. ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന 80% ആൾക്കാരുടെയും മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ പത്തറ്റിക് ആയിരിക്കും. എനിക്ക് വന്നിരുന്ന വേറൊരു കേസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് പോയ ഒരു പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 21 റിലേഷൻഷിപ്പ് എങ്ങാണ്ട്, എല്ലാ തരത്തിലും ഉള്ള റിലേഷൻഷിപ്പാണ്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ നമുക്ക് വന്ന ഒരു കേസിൽ ഹസ്ബൻഡും വൈഫും സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം. മിണ്ടുമ്പോ ഇൻ 1991 എന്ന് തൊട്ട് തുടങ്ങും. വഴക്കിടുമ്പോ ഈ കാര്യത്തിലൊക്കെ നല്ല ഓർമ്മശക്തി. കുഞ്ഞിന് ADHD ആണ്. ഈ ADHD അല്ലെങ്കിൽ ADD ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ എടുത്തങ്ങ് പറയേണ്ട കാര്യങ്ങളല്ല. കോൺസെൻട്രേഷൻ ഇല്ല, ഫോക്കസ് ഇല്ല, ADHD ആണ്. കോൺസെൻട്രേഷൻ ഫോക്കസും ഇല്ലാത്ത എല്ലാ ADHD അല്ല. ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 13 അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ അച്ഛനമ്മമാരെപ്പോഴും പറയും പഠിച്ച് നിനക്ക് ഒരു ഗോൾ വേണം, ആംബിഷൻ വേണം, അത് വേണം. ഇതൊന്നും അല്ല അവന്റെ തലയിൽ ഓടുന്നത്. അവന്റെ തലയിൽ ഓടുന്നത് ഒരു ലെസ്ബിയൻ കേസ് നമുക്ക് വന്നിരുന്നു. ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ച് അത് ഫ്രണ്ട്ഷിപ്പ് മാറിയത് ലവായി. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ വളർന്നു. ടീനേജ് എന്ന് പറയുന്ന ഒരു ഏജില് എന്താണ് ഇവർക്ക് റൈറ്റ്, എന്താണ് ഇവർക്ക് റോങ് എന്ന് ഇവർ പലപ്പോഴും ഇവർ അറിയുന്നില്ല. ഡയറക്ഷൻ ലെസ് ആയിട്ടാണ് ഇവരുടെ ഉള്ളിൽ പോകുന്നത്. ഒരുപാട് റിലേഷൻഷിപ്പിൽ കഴിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഒരിക്കലല്ല ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് നമ്മളെ വീണ്ടും കുഴിയിലോട്ടകത്തേ ഉള്ളൂ. ആളുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഫുൾ ആണുങ്ങളുടെ നമ്പറാണ്, പക്ഷെ അതെല്ലാം ലേഡീസിന്റെ നമ്പർ ആയിരുന്നു. ഒരു 2 പേരുടെ ഗേൾസിന്റെ നമ്പർ ആയപ്പോൾ പുള്ളിക്കാരുടെ ഇത് പോയി. അതുവരെ പീസ്ഫുൾ ആയിട്ട് പോയ ഒരു കാര്യം ഒരൊറ്റ ദിവസം കൊണ്ടാണ് ടകേന്ന് പോയത്. കുട്ടിക്ക് TV വെച്ച് കൊടുക്കും. ഫ്രീ ടൈമിലെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇന്ററാക്ട് ചെയ്യേണ്ട ടൈമിൽ കുട്ടി നോക്കുന്നത് പാസീവ് ആയിട്ടുള്ള സ്ക്രീനിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കേണ്ട വാക്കുകൾ സംസാരിക്കാതെ വെർച്വലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകും. കുഞ്ഞിങ്ങോട്ട് വരുമ്പോ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണേണ്ടത്. നീ വന്നത് കൊണ്ട് എന്റെ സ്വപ്നങ്ങളൊന്നും പൂവണിഞ്ഞില്ല അങ്ങനെ പറയുമ്പോൾ അത് ആ പാവത്തിനും കൂടെ. സോ യു ബി പ്രിപ്പയർഡ് ആൻഡ് യു ഡിസൈഡ് വേണോ വേണ്ടേ.